ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഈ കറി വളരെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് മീഡിയം വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കൂടുതൽ സവാള വേണം. ഒരു 250 ഗ്രാം സവാളയാണ് ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 4-5 പച്ചമുളക് വേണം. എരിവിനുള്ള പച്ചമുളകാണ്, അത് നിങ്ങൾക്ക് കൂടുതലോ കുറവോ എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് വേണം. 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചതച്ചതും വേണം. ഞാനൊരു വലിയ കുടം വെളുത്തുള്ളി പൊളിച്ച് ചതച്ചെടുത്തതാണ്. അതൊരു 20-25 അല്ലി കാണും. പിന്നെ നമ്മുടെ നാടൻ കറിക്ക് ചേർക്കുന്ന കറിവേപ്പില വേണം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് വേണ്ടത്. ഇനി മസാലപ്പൊടികളാണ് വേണ്ടത്. 2 ടീസ്പൂൺ നാടൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും കൂടി വേണം. നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ വേപ്പില ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. നന്നായിട്ട് വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആ സവാള മുഴുവനായിട്ടും ചേർക്കുക. സവാളയ്ക്ക് പകരം ഇതേ അളവിൽ തന്നെ ചെറുള്ളി ചേർക്കാം. ഇതിലേക്ക് ആ പച്ചമുളകും കൂടി ചേർക്കുക. ഞാൻ മുഴുവനായിട്ടുമാണ് പച്ചമുളക് ചേർത്തിരിക്കുന്നത്. സവാള വഴന്നു കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. സവാളയുടെ നിറം മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നേരിയ തീയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കാൻ അറിയാത്തവർ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് ചേർത്താൽ മതിയാകും. ഇനി മസാലയുമായിട്ട് നല്ലതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ മിക്സ് ചെയ്യുക. 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യുക. മസാലയുമായിട്ട് നല്ലതുപോലെ പൊതിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർക്കാം. ഞാൻ ഏകദേശം 3 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ വേകുന്നത് വരെ വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 3 കപ്പോളം 2-ാം പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ച് ഒരു 30-35 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഗ്രേവിയൊക്കെ വറ്റി കഷ്ണങ്ങളിൽ നല്ലതുപോലെ പൊതിയുന്ന പാകമായിട്ടുണ്ട്. ഗ്രേവി നല്ലതുപോലെ കുറുകിയ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വൈറ്റ് വിനീഗറാണ്. വിനാഗിരി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് 1-ാം പാല് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉള്ള കറിയാണിത്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. 1-ാം പാല് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ മീഡിയം ഹീറ്റിൽ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിന് നേരിയൊരു പുള്ളി ടേസ്റ്റേ വരുള്ളൂ കേട്ടോ. കൂടുതൽ വിനാഗിരി ഒന്നും ചേർക്കരുത്. ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം. തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഹീറ്റിലാണ് ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇളക്കി കൊടുത്ത് ഇത് തിളച്ച് വരുന്നത് വരെ കുക്ക് ചെയ്യാം.
ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകും. ഇളക്കി കൊടുത്ത് 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഒന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. തണുത്ത് കഴിയുമ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ നല്ല തിക്കാകും. നല്ല കുറുകിയ ഗ്രേവി ആയിരിക്കും. നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. നല്ല ക്രീമി ഗ്രേവിയുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.